കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്കൊരുമിച്ച് ഈ രാത്രിയിലും ഈ വ്യാഴാഴ്ച വൈകുന്നേരം കർത്താവിന് സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ധ്യാനിപ്പാനുമായി കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഗസ്റ്റ് പാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചുള്ള തിരക്കുകൾ കാരണം വേണ്ട നിലയിൽ ദൈവവചനത്തിൽ നിന്ന് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന കാര്യവും ഞാൻ അറിയിച്ചുകൊണ്ട് തന്നെ എങ്കിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള വേദപുസ്തക വായനയിൽ ദൈവവചനം ക്രമമായിട്ട് വായിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഞാൻ വായിച്ച ഒരു ഭാഗത്തു നിന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം 28 മുതൽ 34 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കുകയും ആ തിരുവചന ഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് തുടർന്ന് ചിന്തിക്കുകയും ചെയ്യാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാവുന്നു. രണ്ടാമത്തതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേയുള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു, യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അന്നവനല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവരോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആ തിരുവചന ഭാഗത്തിൽ നിന്ന് നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവോട് പറയുന്നതാകുന്ന ആ പ്രധാനപ്പെട്ട ചിന്ത നാം വായിക്കുമ്പോൾ തന്നെ അത് ഗ്രഹിപ്പാനായിട്ട് കഴിയും. കർത്താവ് ശാസ്ത്രിയോട് പറയുന്ന വാക്ക്, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. യു ആർ നോട്ട് വെരി ഫാർ ബിക്കോസ് യു ഹാവ് ദിസ് നോളജ്, ദിസ് പീസ് ഓഫ് നോളജ്. ഈ അറിവ് നിനക്കുള്ളത് കൊണ്ട്, ആ അറിവ് അവന് ലഭിച്ചത് അവൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ്. കാരണം ഭക്തിയുള്ള എല്ലാ യഹൂദന്മാരും പ്രഭാതത്തിലും വൈകുന്നേരവും ചൊല്ലുന്ന ഒരു ചൊല്ലുണ്ട്. അതിൻ്റെ പേര് എബ്രായ ഭാഷയിൽ ഷേമ എന്നാണ് പറയുന്നത്. ഷേമ എന്ന് പറഞ്ഞാൽ തന്നെ ഹിയർ, കേൾക്കുക. ആ ചൊല്ലുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. അപ്പോൾ ഈ യഹൂദനാകുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം അവന് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അവൻ്റെ ചെറുപ്പം മുതൽ അവൻ കേട്ടതുകൊണ്ട്, ചെറുപ്പം മുതലേ അവൻ കേട്ടു, അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ അതുണ്ട്. കർത്താവ് പറഞ്ഞു വന്നത് എന്താണെന്ന് അവൻ ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് അവൻ്റെ ഉത്തരത്തിൻ്റെ ബേസിസിൽ കർത്താവിനോട് പറയുന്ന വാക്കാണ്, യു ആർ നോട്ട് ഫാർ ഫ്രം ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് സ്റ്റിൽ യു ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്, ബട്ട് യു ആർ നോട്ട് ഫാർ. അതിനെക്കുറിച്ച് അറിവുണ്ട്, കാരണം അത് നീ കേട്ടതുകൊണ്ടാണ്. എന്നാൽ നീ സ്വർഗരാജ്യത്തിൽ നിന്ന്, അല്ലെ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. എനിവേ, നമ്മൾ അല്പം ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ധ്യാനത്തിന് കാരണമായി തീർന്നത് ഈ ഒരു വാക്കാണ്. എന്തുകൊണ്ടാണ് കർത്താവിനോട് അങ്ങനെ പറയാനിടയായി തീർന്നതെന്ന് ചിന്തിച്ചു. ആ ചിന്തയോടുള്ള ബന്ധത്തിലാണ് ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് വന്നത്. നമുക്ക് ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒരു വാക്കിൽ ഞാനൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവ് യെരുശലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് കർത്താവിൻ്റെ ഉപദേശങ്ങൾ
കർത്താവിൻ്റെ മറുപടി അതിനൊന്നും, അല്ലെങ്കിൽ കർത്താവ് പറയുന്ന വാക്കുകൾക്കൊന്നും ഉത്തരം പറയാനൊന്നുമില്ല. കർത്താവ് പറയുന്നതിനൊന്നും they are not able to dispute or disprove him. ഡിസ്പ്യൂട്ട് ചെയ്ത് തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനെ നീ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ അവർ ചെയ്യുന്ന പണി കർത്താവിനെ സ്ലാൻഡർ ചെയ്യുക. അതാണ് അടുത്ത കാര്യം. അപ്പോൾ അതാണ് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ മുഴുവൻ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക്, അല്ലെങ്കിൽ കർത്താവ് ഉപദേശിച്ച ഉപദേശത്തെ അത് തെറ്റാണെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ആരും കർത്താവിന് മുന്നേ വന്നില്ല. പിന്നെ മാക്സിമം അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചതൊക്കെ എങ്ങനെയാലും കർത്താവിനെ ഒന്ന് ട്രാപ്പ് ചെയ്യണം. കാരണം കർത്താവ് പറഞ്ഞതൊക്കെ വളരെ കുറിക്ക് കൊള്ളുന്നതായിരുന്നു. ഈ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന ഉപമകളൊക്കെയും എന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. ഉദ്ദേശിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു അതിൻ്റെ 13-ാം വാക്യം, അനന്തരം അവനെ വാക്കിൽ കൊടുക്കുക. നോക്കുക, ശ്രദ്ധിക്കണം, കർത്താവ് പറഞ്ഞതിനെ ഖണ്ഡിക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാലും കർത്താവിനെ എന്ത് ചെയ്യണം? വാക്കിൽ കൊടുക്കണം. വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്തു. അത് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ചോദിച്ചു, ഏറ്റവും ഭയങ്കര ഒരു ട്രാപ്പാണ് അവിടെ നമ്മൾ വായിക്കുന്ന ഒരു നാണയം കാണിച്ചേച്ച് ചോദിച്ചു, പിന്നെ കർത്താവിനോട് ചോദിച്ചു, നമ്മൾ യഹൂദന്മാരല്ലേ, കൈസർക്ക് കരം കൊടുക്കണോ? കർത്താവിൻ്റെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി ഒരു ഭയങ്കര ട്രാപ്പാണത്. കാരണം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹൂദൻ്റെ ആ അതോറിറ്റിക്ക് അപ്പുറമായിട്ട് അവൻ സീസറിനെ സപ്പോർട്ട് ചെയ്തു, കൈസറിനെ സപ്പോർട്ട് ചെയ്തെന്ന് ഇവർക്ക് പറയാനൊരു വഴിയുണ്ടാക്കും. അല്ല, കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ എന്തോ പറ്റും? കൈസറാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ ജാതികളുടെ അല്ലെങ്കിൽ കൈസറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല അതാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് നിലയിൽ ആൻസർ പറഞ്ഞാലും ഇറ്റ് ഈസ് എ ലൂസ് സിറ്റുവേഷൻ ഫോർ ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും കുടുങ്ങി. പക്ഷേ കർത്താവ് പറയുന്ന മറുപടി അവരെന്ത് ചെയ്തു? അമ്പരിപ്പിച്ചു കളഞ്ഞു. ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. ആരുടെ ഇൻസ്ക്രിപ്ഷനാണ് ഇതിൻ്റെ മേലെ? അവർ പറഞ്ഞു കൈസറിൻ്റെ. കർത്താവ് പറഞ്ഞ മറുപടി അറിയാം, അത് നമ്മുടെ സെക്യുലർ ലാംഗ്വേജിലുള്ളതാ. ഒരു ഭാഷാ പ്രയോഗമായിട്ടത് രാഷ്ട്രീയക്കാരൊക്കെ ഇത് ചിലപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ TV ചർച്ചയിലൊക്കെ അത്ര പ്രസിദ്ധമായി. എന്താണെന്നറിയാമോ? കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. നോക്കിയേ, അത് കഴിഞ്ഞപ്പം സദൂക്യരെന്ന് പറയുന്നൊരു കൂട്ടർ വന്നു. പരീശന്മാര് കൊടുക്കാൻ നോക്കി, അത് നടന്നില്ല. അടുത്തത്, ഇവരെല്ലാം സൻഹെദ്രീൻ സംഘത്തിൻ്റെ ഭാഗമാണ്, യഹൂദന്മാരുടെ ന്യായാധിപ സംഘത്തിൻ്റെ ഭാഗമാണ്. അതിലൊരു കൂട്ടരാണ് പരീശന്മാർ, മറ്റൊരു കൂട്ടരാണ് സദൂക്യർ. സദൂക്യരുടെ സവിശേഷത, അവർക്ക് മരണം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ who are Sadducees? Do you know the spelling of Sadducees? What? They are always sad, right? Actually it is correct, because they are sad because after death nothing for them, so they are always sad. You see, they are sad, you see, right? Okay. സദൂക്യരുടെ സവിശേഷത, മരണം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, തീർന്നു. അപ്പം അവർ കൊണ്ടുവന്ന ഒരു സംഭവം നമുക്കറിയാം. കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച്
7 സഹോദരന്മാർ, അവർ ഓരോരുത്തർ മരിച്ചുപോയി. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചുപോയി. അപ്പോൾ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയാകും? അവരോർത്ത് കർത്താവിനെ കുടിക്കുന്ന. അപ്പോൾ കർത്താവ് പറഞ്ഞു മറുപടി, പുനരുത്ഥാനത്തിൽ എന്തില്ല? വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് അങ്ങനെയുള്ള ബന്ധങ്ങൾ എവിടെയില്ല, നിത്യതയിലില്ല. വൈഫെന്നോ ഹസ്ബൻഡെന്നോ അപ്പനെന്നോ അമ്മയെന്നോ ഒന്നുള്ള ബന്ധങ്ങൾ നിത്യ ജീവനിൽ സ്വർഗരാജ്യത്തിലില്ല. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയാകിയാൽ തെറ്റിപ്പോകുന്നു. അതിൻ്റെ കാരണം എന്നാ? തിരുവെഴുത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആരുടെ ദൈവമാ കർത്താവ് പറയുന്നേ? ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ. എന്നിട്ട് പറയുക, പക്ഷേ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ത് ചെയ്തു? മരിച്ചുപോയി. അപ്പോൾ മരിച്ചുപോയവരെ കുറിച്ച് ഞാൻ അവരുടെ ദൈവമാണ് എന്ന് ദൈവം പറയണമെങ്കിൽ ദൈവത്തിന് അവരെന്താ ഇപ്പോൾ? ജീവിക്കുകയാ. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, അവൻ മരിച്ചവരുടെ ദൈവമല്ല എന്ന് പറഞ്ഞാൽ മരണശേഷം ജീവിതം തുടരുന്നു. നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഈ ഉത്തരം കേട്ടുകൊണ്ടാണ് ഈ ശാസ്ത്രിമാരിൽ, യഹൂദ സൻഹെദ്രീൻ സംഘത്തിലെ മറ്റൊരു ഗ്രൂപ്പാണ് ശാസ്ത്രിമാർ. അവരെ വിളിക്കുന്നത് എക്സ്പേർട്സ് ഇൻ ദ ലോ. ഈ യഹൂദ 70 പേരുള്ള ആ സൻഹെദ്രീൻ സംഘം കൺസിസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ 3 ഗ്രൂപ്പുകളാണ്. പരീശന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ട്രഡീഷണലാണ്. അവർ ദൈവത്തെ വിളിക്കാനും ഭക്തിയോടെ ജീവിക്കണമെന്നൊക്കെ ആ നിലയിൽ ആരംഭിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ ആ നിലയിലോട്ടങ്ങ് അവരായിപ്പോയെന്നേ ഉള്ളൂ. രണ്ടാമത്തെ കൂട്ടരാണ് ഈ സദൂക്യർ. മൂന്നാമതൊരു കൂട്ടരാണ് സ്ക്രൈബ്സ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ഇൻ ദ ലോ. ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് രാവും പകലും തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം വായിക്കുക, പഠിക്കുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതാണ് അവരുടെ പണി. പരീശന്മാരും അതാണ് ചെയ്യുന്നത്. എന്നാൽ ഇവരൊന്നുകൂടെ അതിനുവേണ്ടി ഡിവോട്ടഡ് ആണ്. അങ്ങനെയുള്ള ഒരു ന്യായശാസ്ത്രി സദൂക്യർക്ക് കൊടുത്ത മറുപടി കേട്ടോണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഈ ന്യായശാസ്ത്രിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, മൈ എനിമീസ് ഫ്രണ്ട് ഈസ് മൈ ഫ്രണ്ട് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഇവരും പരീശന്മാരും ഒക്കെ ഫ്രണ്ട്സാണ്. കാരണം ഇവരെന്തിൽ വിശ്വസിക്കുന്നവരാ? പുനരുത്ഥാനത്തിലും മരണശേഷമുള്ള ജീവിതത്തിലും വിശ്വസിക്കുന്നവരാ. പക്ഷെങ്കിൽ സദൂക്യരാരല്ല, ഇത് വിശ്വസിക്കുന്നവരേ അല്ല. കാരണം ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായപ്പോഴും ഇത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനൊരു പരീശനാണെന്നും പരീശൻ്റെ മകനാണെന്നും പറഞ്ഞു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ ട്രയലിൽ നിൽക്കുന്നതെന്ന് അങ്ങോട്ട് ഇട്ടുകൊടുത്തേ ഉള്ളൂ. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? വായിച്ചിട്ടുണ്ടോ അത്? അപ്പോസ്തല പ്രവൃത്തിയില്ല. ഈ 2 കൂട്ടരും കൂടെ ന്യായാധിപ സംഘത്തിൽ അടിവെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവരെപ്പോഴും എനിമീസാണ്. അപ്പോൾ സദൂക്യരോട് നല്ല ചുട്ട മറുപടി കൊടുത്തു കർത്താവ് എന്ന് കണ്ടപ്പം ഈ ശാസ്ത്രിക്ക് കർത്താവിനോട് ഒരു ഇച്ചിര ഇഷ്ടം തോന്നി. കാരണം ഞാൻ മുമ്പേ പറഞ്ഞത്, മൈ എനിമീസ് എനിമി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സദൂക്യന് നല്ല മറുപടി കർത്താവ് കൊടുത്തു. അപ്പോൾ കൊള്ളാം, എന്നാൽ ഇവനോടൊന്ന് സംസാരിച്ച് കളയാം. പക്ഷെങ്കിൽ ഈ മനുഷ്യനെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആകെപ്പാടെ കർത്താവിൻ്റെ അടുക്കലേക്ക് കർത്താവിനെ വലിയ കൊടുക്കാനൊന്നും വരാതിരുന്ന ഒരാളാണ് ഈ ന്യായശാസ്ത്രി. ബാക്കി എല്ലാവരും തന്നെ കർത്താവിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വന്നവരാ. മാത്രമല്ല ഈ ന്യായശാസ്ത്രിയെക്കുറിച്ച് മാത്രമേ കർത്താവ് ഒരു നല്ല കമൻറ്റ് പറയുന്നുള്ളൂ, വേറെ ആരെക്കുറിച്ചും പറയുന്നില്ല. അതാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ഇനിയും അത്രയും ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ദൈവവചനത്തിൻ്റെ ആ ഭാഗത്തേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുക. ഈ മനുഷ്യൻ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്. ഈ അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ,
അതായത് യേശു അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അതായത് സദൂക്യരോട് നല്ലപോലെ അവൻ മറുപടി കൊടുത്തു എന്നത് ആർക്കിഷ്ടപ്പെട്ടു? ഈ ശാസ്ത്രിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടത് അവനങ്ങ് ബോധിച്ചിട്ട് അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ ചോദിക്കുകയാണ്, എന്താണ് എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന എന്താ? അവൻ ചോദിക്കുന്നത് അവൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം യഹൂദൻ്റെ ചിന്തയിൽ ന്യായപ്രമാണത്തിൽ 613 കൽപ്പനകളുണ്ട്. 613 കൽപ്പനകളുണ്ട്. കാരണം അവൻ നമ്പറിട്ട് ന്യായപ്രമാണത്തെ, ഈ സ്ക്രൈബ്സ്, ഈ എക്സ്പേർട്സ് ഇൻ ദ ലോ, ന്യായശാസ്ത്രികൾ, അവർ ന്യായപ്രമാണത്തെ പഠിച്ചിട്ട് അതിൻ്റെ തലനാരിഴ കീറി വളരെ വ്യക്തതയോടെ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ പഠിച്ചു. എന്നിട്ട് അങ്ങനെയുള്ള പഠനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ മനസ്സിലാക്കി 613 കൽപ്പനകളുണ്ട്. അതിൽ 365 പ്രൊഹിബിഷൻസ് ആണ്. പ്രൊഹിബിഷൻസ് എന്ന് പറഞ്ഞാൽ അരുതുകളാണ്. ചെയ്യരുത്, ഇതരുത്, അതരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത്, അത് പറയരുത്, ഇങ്ങനെ ചിന്തിക്കരുത്, ഇങ്ങനെയുള്ള അരുതുകളുടെ 365 കൽപ്പനകൾ യഹൂദൻ്റെ ഈ 613 കൽപ്പനകളിലുണ്ട്. അതുമാത്രമല്ല 248 കൽപ്പനകൾ വളരെ പോസിറ്റീവായിട്ടുള്ളതാ. നല്ല രീതിയിൽ അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ടുള്ള ഉപദേശങ്ങളാണ്. എന്നാൽ ഈ മുഴുവനായിട്ടുള്ള 613 ഇവരുടെ എണ്ണം അനുസരിച്ച്, അവരുടെ എണ്ണം അനുസരിച്ച് ഈ 613 കൽപ്പനകളിൽ ഘനമുള്ള കൽപ്പനകളുണ്ട്, ലഘുവായ കൽപ്പനകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ ന്യായശാസ്ത്രി കർത്താവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം അവൻ കേട്ടു പഠിച്ച, അവൻ മനസ്സിലാക്കിയ അവൻ്റെ തിരിച്ചറിവിൽ 613 കൽപ്പനകൾ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതിൽ ഘനമായ കൽപ്പനകളുണ്ട്, ലഘുവായ കൽപ്പനകളുണ്ട്. യേശു കർത്താവും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ വളരെ നിസ്സാരമായ ചില കാര്യങ്ങളെ ഉയർത്തി കാണിക്കുകയും ന്യായപ്രമാണത്തിലെ ഘനമായവയെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ത്യജിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൽ ഘനമായ, വെയിറ്റിയായിട്ടുള്ള കൽപ്പനകളുണ്ട്, ലഘുവായിട്ടുള്ളതുണ്ട്. എന്തുകൊണ്ടാണ് ഘനമായതെന്നും ലഘുവായതെന്നും പറയാനുള്ള കാര്യം? ഘനമായതെന്ന് പറയാനുള്ളതാകുന്ന കാരണം, ഈ ഘനമായ കൽപ്പനകൾ ഒന്നും തന്നെ ഒരു ഇളവുകളും കൂടാതെ സമ്പൂർണമായും പാലിക്കേണ്ട കൽപ്പനകൾ. അതിനകത്ത് ഇളവുകളില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണത്തിന്, അത്ര ഘനമല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ ശബത്ത് ദിവസം ലംഘിക്കരുതെന്ന, എന്നാൽ ശബത്ത് ദിവസത്തിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അറിയാമല്ലോ ഇല്ലേ? ഒരുവൻ യാത്രയിലാണെങ്കിൽ, പഴയ നിയമത്തിലും അങ്ങനെ ഉണ്ട്. അതുപോലെ ആ പെസഹ ആചരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കൽപ്പനയുണ്ട്. പക്ഷെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അതിനൊക്കെ എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്. അവൻ സെറിമോണിയിൽ ഒരുവൻ അശുദ്ധനാണെങ്കിലും അവന് അത് കഴിക്കാമോ എന്നൊരു ചോദ്യം ഒരിക്കലുണ്ടായി. അപ്പോൾ അവിടെ ഒരു റൂളിംഗ് ഉണ്ടായി. ആകട്ടെ, അവൻ്റെ ഹൃദയം എന്നോട് അടുത്തിരിക്കുന്നെങ്കിൽ അവൻ കഴിച്ചോട്ടെ, എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഘനമായതുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഘനമായ കൽപ്പന ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തതാ, ഒരിളവുകളുമില്ലാത്തതാ. അപ്പോൾ ഇളവുകളില്ലാത്ത കൽപ്പനകളും ഇളവുകൾ അനുവദിച്ചു കൊടുത്ത ലഘുവായ കൽപ്പനകളും യഹൂദന്റെ ന്യായപ്രമാണത്തിൽ, അവൻ കേട്ടു പഠിച്ച അവൻ്റെ ന്യായപ്രമാണത്തിലുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ്
യേശു കർത്താവിനോട് ഇവൻ ഈ ചോദ്യം ചോദിക്കുന്നത്, ഏതാണ് ഏറ്റവും മുഖ്യമായ കൽപ്പന? ഏറ്റവും മുഖ്യമായ കൽപ്പന എന്താ? അതിന് കർത്താവ് നൽകുന്ന ആ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാ സത്യത്തിൽ കർത്താവ് പറയുന്നത്. ക്ഷേമ എന്ന എബ്രായ പദം, ക്ഷേമ ചൊല്ലുക എന്നതിനെ വിളിക്കും. ഹിയർ, ക്ഷേമ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം തന്നെ ഹിയർ. ഹിയർ ഓ ഇസ്രയേൽ, ഇസ്രയേലെ കേൾക്കുക. അവൻ രാവിലെയും വൈകിട്ടും ഇത് ഉരുവിടും. ആ ഒരു കൽപ്പനയാണ് കർത്താവ് ഇവിടെ എടുത്ത് പറയുന്നത്. യഹൂദന്റെ മതത്തിൽ അവൻ ഏറ്റവും പ്രാധാന്യമുള്ള, അവൻ ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ അനുവാദമില്ലാത്ത, രാവിലെയും വൈകിട്ടും അവൻ ഏറ്റുപറയുന്ന ഒരു കൽപ്പനയാണ് ഈ കൽപ്പന. ഈ കൽപ്പനയുടെ വെളിച്ചത്തിലാണ് നമ്മൾ പഴയ നിയമം വായിച്ചാൽ ഒരു രാജാവിനെ അളക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് ഈ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചോ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 2 രാജാക്കന്മാർ 23-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അതായത് അവിടെ യോശിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു രാജാവുണ്ട്. യഹൂദയിൽ ഏറ്റവും വലിയൊരു റിഫോർമേഷന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് ആര്? യോശിയാവ്. ഭയങ്കര റിഫോർമേഷൻ ആയിരുന്നു. ആ റിഫോർമേഷൻ, ഇറ്റ് വാസ് എ വേർഡ് ബേസ്ഡ് റിഫോർമേഷൻ. എന്ന് പറഞ്ഞാൽ the word of God was lost in the temple of God, but he has found the law of God in the temple of God. അതാണ് ആ ഉണർവിൻ്റെ അടിസ്ഥാനം. നമുക്ക് ആ പശ്ചാത്തലം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. യഹോവയുടെ ന്യായപ്രമാണം കളഞ്ഞുപോയി, കണ്ടിട്ടില്ല. അങ്ങനെ ടെമ്പിൾ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാൾ വന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പുസ്തകം കിട്ടി. എന്താണെന്ന് ചോദിച്ചു. നോക്കിയപ്പോഴാണ് മനസ്സിലായത് യഹോവയുടെ ന്യായപ്രമാണമാണ്. യഹോവയുടെ ന്യായപ്രമാണം കേട്ടപ്പോൾ യോശിയാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? വസ്ത്രം കീറിയെന്നാണ് പറയുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ നോക്കണം, ദൈവവചനം, അവിടെയാണ് ആ റിഫോർമേഷൻ തുടങ്ങുന്നത്. ദൈവവചനം, ഇറ്റ് വാസ് ലോസ്റ്റ് ഇൻ ദ ചർച്ച് ഓഫ് ഗാഡ്, ബട്ട് വെൻ ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ ദ ചർച്ച് ഓഫ് ഗാഡ്, ദ റിഫോർമേഷൻ ബിഗാൻ. നഷ്ടപ്പെട്ടു പോയ ദൈവവചനം ദൈവസഭയിൽ കണ്ടുകിട്ടുമ്പോൾ മാത്രമേ സാക്ഷാത്തായ ഉണർവിലേക്ക് വരികയുള്ളൂ. അതുവരെയുള്ള സകല ഇളക്കപ്പെരുക്കങ്ങൾക്കും ഒരർത്ഥവും സ്വർഗം നൽകുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അതൊക്കെ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഉതകുമായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് ഉതകുകയില്ല. കാരണം ആ ഒരു പശ്ചാത്തലമാണ് അതിനുള്ളത്. പക്ഷെങ്കിൽ ആ മനുഷ്യനെ ദൈവം ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം അവനെ അളക്കുന്ന എങ്ങനെയാണെന്ന് ആ വാക്യമാണ് 2 രാജാക്കന്മാർ 23-25. ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ വായിച്ച വാക്ക് മറന്നു പോകരുത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. Children, how many times all is used in that verse? Can anyone tell me which verse we are talking about? Mark's Gospel, chapter 12, verse 30. Oh, you have closed your Bibles and kept it in your bags. Somebody quick. How many times? 4 times. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇല്ലേ? യോശിയാവെന്ന് പറയുന്ന
ഉണർവിന് ദൈവം ഉപയോഗിച്ച മനുഷ്യനെ സ്വർഗം ജഡ്ജ് ചെയ്തത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാർ 23:25. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണപ്രകാരമൊക്കെയും. ഓ, ശ്രദ്ധിച്ചേ, സ്വർഗം അവനെ വിലയിരുത്തിയത് എങ്ങനെയാന്ന് നോക്കി. സ്വർഗം വിലയിരുത്തി അങ്ങനെ അവന്റെ ഹൃദയം അത്ര. അവൻ ചെയ്തതെല്ലാം ഒന്നും പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു, അത് നമുക്കറിയാം. ഒത്തിരി പിഴവുകൾ അവന്റെ ജീവിതത്തിൽ വന്നു. പക്ഷെങ്കിൽ സ്വർഗം വിലയിരുത്തി എങ്ങനെയാണെന്നറിയാമോ? എ മാൻ ഹു വാസ് ഫെയ്ത്ത്ഫുൾ ടു ദ വേർഡ് ദാറ്റ് വാസ് ഫൗണ്ട് അഗെയിൻ, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് in the temple of God, the word of the law. യഹോവയുടെ ന്യായപ്രമാണത്തെ, നഷ്ടപ്പെട്ടു പോയ ന്യായപ്രമാണത്തെ തിരിച്ചു കണ്ടെത്തിയ മനുഷ്യനെ സ്വർഗം വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കൂ. Not because he was perfect in everything he has done. അവൻ ചെയ്ത എല്ലാ കാര്യത്തിലും അവൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ബിക്കോസ് അവനെ പോലെ നോക്ക. ആ ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുഖ്യമായ കൽപ്പന എന്താ? മുഖ്യമായ കൽപ്പന ഇതാണ്. എല്ലാറ്റിനെയും ഒന്നിച്ച് കെട്ടുന്ന, എല്ലാറ്റിനെയും എൻകംപാസ് ചെയ്യുന്ന, എല്ലാറ്റിനേക്കാളും സുപ്രമസിയുള്ള ദൈവവചനത്തിന്റെ പ്രാധാന്യമുള്ള കൽപ്പന എന്ത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. ഇത് യഹൂദന്റെ ക്ഷേമായ. എന്നാൽ കർത്താവ് അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടെ ചേർത്തു. അവിടെ ചേർത്തത് ഇതാണ്. എന്നാൽ 31-ാം വാക്യം, രണ്ടാമത്തതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തോടുള്ള സ്നേഹം, പിന്നെ അപ്പോൾ കൂട്ടുകാരൻ ആരാണെന്ന് യഹൂദനൊരു ചിന്തയുണ്ടായിരുന്നു. അത് കർത്താവിനോടൊരു ന്യായശാസ്ത്രി അവനെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ട് അവൻ കർത്താവിനോട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. ഏതാ വലിയ കൽപ്പന? പറഞ്ഞു, ഇതാണ്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. നീ എങ്ങനെയാണ് ഞാൻ ജീവനിൽ കിടക്കുന്നത്? ജീവനിൽ കിടക്കാൻ ഇത് ചെയ്തേച്ചാൽ മതി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞു, നീ ഇത് ചെയ്യണം. അങ്ങനെ പറഞ്ഞപ്പം അവൻ പറഞ്ഞു, ഞാൻ വളരെ പെർഫെക്റ്റ്. അവനെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് കർത്താവിനോടൊരു ചോദ്യം, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? കാരണം യഹൂദന്റെ ചിന്തയനുസരിച്ച് അവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ നെയ്ബർ എന്ന് പറഞ്ഞത് ഒരു ഫെലോ ജ്യൂവാണ്. അതാ അവൻ്റെ കൂട്ടുകാരൻ. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് പറയുന്നത് കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഫെലോ ജ്യൂസ് മാത്രമല്ല, പിന്നെ നിനക്ക് തൊട്ടുകൂടാൻ വയ്യാത്ത, നീ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് അശുദ്ധി വരുമെന്ന് നീ പറയുന്ന ശമര്യക്കാരനാണ് നിന്റെ അയൽക്കാരൻ. അവനെ നീ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ യഹൂദന്റെ ചിന്തയിൽ അവൻ്റെ കൂടെയുള്ള യഹൂദൻ കൂട്ടുകാരനാകുമ്പോൾ കർത്താവ് പറയുക, അങ്ങനല്ല, നിനക്ക് നീ കണ്ടാ അറയ്ക്കുന്ന, നീ അടുത്തൂടെ പോകാൻ നീ മടിക്കുന്ന ശമര്യക്കാരനെയാണ് നീ സ്നേഹിക്കുക. ആരാണ് നിന്റെ കൂട്ടുകാരൻ? അതാ ഉപമയുടെ അർത്ഥം തന്നെ. എനിവേ, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. ഇവിടെ കർത്താവ് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, സ്വർഗരാജ്യത്തിൽ ആകുന്ന ഒരുവന്റെ സവിശേഷത അവനെന്താ? അവൻ്റെ ഒന്നാമത്തെ സവിശേഷത, ദൈവത്തെ അവൻ സ്നേഹിക്കും.
രണ്ടാമത്തെ സവിശേഷത, അവനെന്ത് ചെയ്യും? കൂട്ടുകാരനെ സ്നേഹിക്കും. രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് എക്സ്ട്രീം ചിന്തകൾ കർത്താവ് അവിടെ റൂൾ ഔട്ട് ചെയ്യുകയാണ്. ഒന്ന് മിസ്റ്റിസിസമാണ്. മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ഞാൻ അങ്ങ് ഡിവോട്ട് ചെയ്തു, ഭയങ്കര ഉപവാസവും പ്രാർത്ഥന, പിന്നെ അങ്ങനെ അങ്ങ് കൂടി ഭക്തി മൂത്ത് പിന്നെ ആരുമായിട്ട് സംസാരമില്ല, ഒടുവിൽ ഹിമാലയത്തിൽ പോയി തപസ്യം ചെയ്യാൻ പോവുകയാണ്. അതൊന്നുമല്ല ദൈവഭക്തി. അതിൻ്റെ പേരാണ് മിസ്റ്റിസിസം, മിസ്റ്റിക്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന മിസ്റ്റിക് എന്ന. അതിൻ്റെ വേറൊരു വശമുണ്ട്, ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ദൈവമക്കളെന്ന് പറയുന്നവരെക്കാളും വളരെ നല്ല ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന ചിലരെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവരൊക്കെ പലരും നിരീശ്വരവാദി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പലരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പലരും അവരുടെ ജീവൻ പോലും ത്യജിച്ച് അവരുടെ അടുത്ത സമയത്ത് ഞാൻ വായിച്ചു, ഒരു IIT-യിലെ പ്രൊഫസറായിരുന്ന മനുഷ്യൻ, അതായത് മധ്യപ്രദേശ്, പഴയ മധ്യപ്രദേശിൽ അവിടെ ജബൽപൂരല്ല, ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിൻ്റെ ഭാഗത്ത്, അയാൾ ജോലിയും കളഞ്ഞേച്ച്, IIT-യിലെ പ്രൊഫസറായിരുന്ന മനുഷ്യൻ ജോലിയും കളഞ്ഞേച്ച് വില്ലേജിൽ പോയി വില്ലേജേഴ്സിനെ ഉദ്ധരിക്കുക. ആ മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചായവുള്ളൊരു മനുഷ്യനാണ്, ദൈവവിശ്വാസിയല്ല, പക്ഷെങ്കിൽ അവിടെ പോയി താമസിക്കുക, നല്ല പ്രവൃത്തിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അതിൻ്റെ പേരാ ഹ്യൂമനിസം. നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ദൈവരാജ്യം എന്താ? ദൈവരാജ്യം ഹ്യൂമനിസവും അല്ല, മിസ്റ്റിസിസവും അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവത്തെ അക്ഷയമായിട്ടൊരുവൻ സ്നേഹിക്കുന്നെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും എവിടെ? സെന്റിമെന്റ് അല്ല സ്നേഹം. അയ്യോ, അവനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിക്കൂടെ അങ്ങ് കണ്ണുനീര് വന്നു. അതൊന്നുമല്ല സ്നേഹം. സെന്റിമെന്റ് അല്ല സ്നേഹം. അങ്ങനെ പറയാൻ ആർക്കാ വയ്യാത്തെ? അതല്ല. പ്രിയപ്പെട്ടവരെ, അവനോടൊപ്പം ഫീൽ ചെയ്യാൻ കഴിയുന്ന, അവൻ്റെ ഒപ്പം ഇരിക്കാൻ കഴിയുന്ന, അവനോടൊപ്പം ആ സെക്കൻഡ് മൈൽ, രണ്ടാമത്തെ നാഴിക നടക്കാൻ കഴിയുന്ന, അതാ സ്നേഹം. യേശു അതാ പഠിപ്പിച്ചത്. അല്ലാതെ നമുക്കൊരാളെ കുറിച്ച് തോന്നുന്ന ആ സെന്റിമെന്റ് അല്ല. ഞാനവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. സെന്റിമെന്റ് അല്ല. ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുക, നാം എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഒരുവൻ എന്നോട് ഈവിള് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് അവനെക്കുറിച്ച് അപവാദം പറയാൻ എൻ്റെ നാവ് പൊങ്ങുകയില്ല. നോ, ഐ കാനോട്ട് ഡു ദാറ്റ്. ദാറ്റ് ഈസ് ഇറ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് സെന്റിമെന്റ് അല്ല. നമുക്ക് വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥനയ്ക്ക് തോന്നുമ്പോൾ കണ്ണുനീര് വരുന്നതല്ല ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തെ നമ്മൾ ആഴമായി സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് ഇവന് വന്നതുകൊണ്ടാണ് അവൻ പറഞ്ഞതെന്ത്? അവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതെന്ത്? നീ സ്വർഗരാജ്യത്തിന്, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല എന്ന്. പക്ഷെങ്കിലും അവൻ സ്വർഗരാജ്യത്തിൽ വന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? സ്വർഗരാജ്യം കേവലം തോറായിൽ എഴുതിയേക്കുന്നത് ബൈഹാർട്ട് പറയുന്നത് കൊണ്ടല്ല സ്വർഗരാജ്യം. ഇവനത് പറ്റും. കാരണം അവൻ പറയുന്നത് എന്താ? അവൻ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ, അതോടൊന്ന് വായിച്ചേ. അതിൻ്റെ 33-ാം വാക്യം. ആ ആ യെസ് ആ ആ നോക്കി അവൻ പറയുന്നത് കേട്ടെ.
ഇതെല്ലാം അവൻ്റെ ന്യായപ്രമാണത്തിലുള്ളതാ. കാരണം ഹോശേയാവിൻ്റെ പ്രവചനത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട്, മനുഷ്യ നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്താ? ദയാതൽപരനായിരിക്കാനും ന്യായം പ്രവർത്തിപ്പാനും. അതല്ലേ മനുഷ്യ. അപ്പൊ ഇവനറിയാം. കർത്താവ് പറയുക, കൊള്ളാം കൊള്ളാം കുഞ്ഞേ, കാര്യം ശരിയാ, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല, പക്ഷെങ്കിൽ ദൈവരാജ്യത്തിൽ നീ ആകണമെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് നിനക്ക് തെളിയിച്ചു തന്ന ഞാൻ നിന്റെ മുന്നിൽ നിൽപ്പുണ്ട്. ഞാനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നീ വരാത്തിടത്തോളം നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നീ ദൈവത്തെ വാസ്തവത്തിൽ സ്നേഹിക്കാൻ നിനക്കൊക്കുകയില്ല. അതാ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എഴുതിയൊരു ഒരു വാക്ക് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. കൊരിന്ത്യരുടെ, കാരണം ഈ സ്നേഹമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 13-ാം അധ്യായം നമുക്കറിയാം. സ്നേഹമില്ലാതെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ദൈവത്തെ സ്നേഹിക്കാതെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമനിസ്റ്റുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദേഹം ചുടുവാൻ കൊടുക്കുക. അവർക്ക് ദൈവസ്നേഹമില്ല, അഗപ്പേ ലവ് ഇല്ല അവിടെ. എന്നാലും അവർക്കിതൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ അതിനൊന്നും നിത്യരാജ്യത്തിലൊന്നും അതിന് ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അത് വായിച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 16:25. എങ്കിൽ അതിൻ്റെ തൊട്ടു മുൻപിലുള്ള കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ആരാ ശപിക്കപ്പെട്ടവൻ? ശപിക്കപ്പെട്ടവൻ എന്ന് വേദപുസ്തകം വിളിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കാത്തവനാ ശപിക്കപ്പെട്ടവൻ. ഇനി ശാപമെന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹമെന്ന് പറഞ്ഞാൽ എന്താ? ശാപത്തിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ അനുഗ്രഹം. ഇത് രണ്ടും ഒരു വേദഭാഗത്തുണ്ട്, നിത്യതയോടുള്ള ബന്ധത്തിൽ. അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ശാപം എന്താ, അനുഗ്രഹം എന്താണെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. നമുക്കറിയാം സ്വർഗരാജ്യത്തെക്കുറിച്ച് മാത്രമാണ് കർത്താവോട് പറയുന്നത്. മത്തായി സുവിശേഷം 25:34 ഒന്ന് വായിച്ചേ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അവരാണ് ആര്? അനുഗ്രഹിക്കപ്പെട്ടവർ. എന്നാൽ ശപിക്കപ്പെട്ടവരോ? അതിൻ്റെ താഴോട്ടൊന്ന് വായിച്ചേ. അതിൻ്റെ ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന. അപ്പോൾ അനുഗ്രഹം എന്താ, ശാപം എന്താ എന്ന് നമ്മൾ തിരിച്ചറിയണം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ നാം കാണുന്നതാണ് അനുഗ്രഹം. ശാപം എന്താണ്? ദൈവരാജ്യത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുന്നതാണ് ശാപം. പൗലോസ് പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ടല്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ആരാ രാജ്യത്തിന്റെ അവകാശികൾ? ദൈവത്തെ സ്നേഹിക്കുന്നവരാ, ദൈവത്തെ. അതുകൊണ്ടാണ് ഇത് ഏറ്റവും മുഖ്യമായ കൽപ്പനയാണെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏറ്റവും മുഖ്യമായ കൽപ്പനയാണ്. ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇത് ഇളവ് തരാൻ പറ്റുന്നതല്ല. കാരണം ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൽപ്പന. മനസ്സിലാക്കണം. ദൈവത്തെ
സ്നേഹിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ആരെക്കുറിച്ച് ആ കർത്താവ് പറഞ്ഞത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വിവരിച്ചു. എന്നാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് അതിനൊരു അടിസ്ഥാന വിഷയമുണ്ട്. കർത്താവ് നമ്മെ ആദ്യം സ്നേഹിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ പ്രമാണം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും.